ജനങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളിൽ അസഹിഷ്ണുതരാകരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജനങ്ങളിലേക്ക് പോകാനും അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും തയ്യാറാകണം. എല്ലാത്തിലും വലുത് ജനങ്ങളാണെന്ന് മനസ്സിലാക്കി തിരുത്തൽ വരുത്തണമെന്നും ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്ന് തിരിച്ചറിവുണ്ടായി തിരുത്തൽ വരുത്തുക എന്നതാണ് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. തിരിച്ചു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ജനങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിക്കുക എന്നതാണ്. വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും കത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് പ്രതികരണം നടത്താത്ത മുഖ്യമന്ത്രിക്കെതിരായ പരോക്ഷ വിമർശനങ്ങളും കത്തിൽ കാണാം. യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാനം കൊണ്ടോ ഉപരിപ്ലവകരമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ജനങ്ങളിലേക്ക് പോകാനും അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കർത്തവ്യം മറക്കരുത്. എല്ലാത്തിനേക്കാളും വലുത് ജനങ്ങളാണ്. ജനങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളിൽ അസഹിഷ്ണുത പാടില്ലെന്നും ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ ബിനോയ് വിശ്വം പറയുന്നുണ്ട്. കേരളത്തിൽ BJP ജയിച്ചത് നിസ്സാരമായി കാണാവുന്നതല്ല. കേരള രാഷ്ട്രീയത്തിൽ ഗുരുതരമായ വെല്ലുവിളികളുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ കൂടി CPI സംസ്ഥാന സെക്രട്ടറി കത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ BJPക്ക് എങ്ങനെയാണ് കേരളത്തിൽ ഇത്രമാത്രം വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്? സംസ്ഥാനത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല? ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന അടിസ്ഥാന വിഭാഗത്തോട് പാർട്ടിക്ക് ഇപ്പോഴും ബന്ധമുണ്ടോ? തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് മുന്നിൽ അസഹിഷ്ണുതരാകാതെ മുന്നോട്ട് പോകുക എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിമാരോട് പറയുന്നത്. ജനം, തിരുവനന്തപുരം.